എല്ലാവർക്കും നമസ്കാരം. നക്ഷത്രങ്ങളെക്കുറിച്ചുള്ള നമ്മുടെ പുതിയ വീഡിയോ പരമ്പരയിലേക്ക് സ്വാഗതം. ഒട്ടേറെ അന്ധവിശ്വാസങ്ങളും തെറ്റിദ്ധാരണകളും നിറഞ്ഞൊരു മേഖലയാണ് ഇന്ന് ജ്യോതിഷം. എന്നാൽ യാതൊരുവിധ അതിശയോക്തികളും ഇല്ലാതെ പുരാതന ജ്യോതിഷ ഗ്രന്ഥങ്ങളെ അടിസ്ഥാനമാക്കി തികച്ചും ഫാക്ട് ചെക്ക് ചെയ്ത വിവരങ്ങൾ മാത്രമാണ് ഈ സീരീസിലൂടെ നമ്മൾ പങ്കുവെക്കുന്നത്. ഇന്ന് നാം ആരംഭിക്കുന്നത് രാശിചക്രത്തിലെ ആദ്യത്തെ നക്ഷത്രമായ അശ്വതി അഥവാ അശ്വിനി നക്ഷത്രത്തിൽ നിന്നാണ്. നിങ്ങളൊരു അശ്വതി നക്ഷത്രക്കാരനാണെങ്കിലോ നിങ്ങളുടെ പ്രിയപ്പെട്ടവർ ആരെങ്കിലും അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവരാണെങ്കിലോ ഈ വീഡിയോ പൂർണ്ണമായും കാണുക. കാരണം അവരുടെ സ്വഭാവം, തൊഴിൽ, കുടുംബജീവിതം, ആരോഗ്യം എന്നിവയെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങളും ഒപ്പം ഈ വീഡിയോയുടെ അവസാനം 2026 അശ്വതി നക്ഷത്രക്കാരുടെ കൃത്യമായ വർഷഫലവും നമ്മൾ വിശകലനം ചെയ്യുന്നുണ്ട്. ആദ്യം തന്നെ അശ്വതി നക്ഷത്രത്തിന്റെ അടിസ്ഥാനപരമായ ചില ജ്യോതിഷ വിവരങ്ങൾ നോക്കാം. രാശി മേടം രാശിയിലാണ് അശ്വതി നക്ഷത്രം പൂർണ്ണമായും ഉൾപ്പെടുന്നത്. നക്ഷത്രാധിപൻ കേതുവാണ് അശ്വതിയുടെ അധിപൻ. ദേവത ദേവന്മാരുടെ വൈദ്യന്മാരായ അശ്വനി കുമാരന്മാരാണ് ഈ നക്ഷത്രത്തിന്റെ ദേവത. മൃഗം പുരുഷ കുതിര. ഗണം ദേവഗണം. അശ്വതി നക്ഷത്രത്തിന്റെ ചിഹ്നം കുതിരയുടെ തലയാണ്. കുതിരയെപ്പോലെ കുതിച്ചു പായാനുള്ള ഊർജവും എന്തിലും മുന്നിലെത്താനുള്ള ആഗ്രഹവും ഇവരുടെ ജന്മസിദ്ധമായ കഴിവാണ്. ഇനി ഇവരുടെ പൊതുവായ സ്വഭാവ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പോസിറ്റീവ് സ്വഭാവങ്ങൾ. വളരെ ആകർഷകമായ വ്യക്തിത്വത്തിനുടമകളായിരിക്കും അശ്വതി നക്ഷത്രക്കാർ. മറ്റുള്ളവരെ സഹായിക്കാൻ എപ്പോഴും മുൻപന്തിയിലുണ്ടാകും. അശ്വിനി കുമാരന്മാർ ദേവതയായതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ വേദനകൾ മനസ്സിലാക്കാനും അവരെ ആശ്വസിപ്പിക്കാനുമുള്ള ഒരു ഹീലിംഗ് പവർ ഇവർക്കുണ്ട്. ഏത് കാര്യത്തിലും വളരെ വേഗത്തിൽ തീരുമാനങ്ങൾ എടുക്കാൻ ഇവർക്ക് കഴിയും. വളരെ ധീരന്മാരും മനസ്സിലുള്ളത് മുഖത്തു നോക്കി പറയുന്ന പ്രകൃതക്കാരുമായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവർക്ക് കാപട്യം കുറവായിരിക്കും. നെഗറ്റീവ് സ്വഭാവങ്ങൾ. വേഗത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്നത് പലപ്പോഴും എടുത്തുചാട്ടമായി മാറാറുണ്ട് എന്നതാണ് ഇവരുടെ പ്രധാന ന്യൂനത. ക്ഷമ വളരെ കുറവായിരിക്കും. ഒരു കാര്യം വിചാരിച്ചാൽ അത് അപ്പോൾ തന്നെ നടക്കണമെന്ന നിർബന്ധ ബുദ്ധി ഇവർക്കുണ്ട്. അതുപോലെ തന്നെ പെട്ടെന്ന് ദേഷ്യം വരുന്ന പ്രകൃതവും. എന്നാൽ ആ ദേഷ്യം വേഗത്തിൽ തന്നെ തണുക്കുന്ന സ്വഭാവമാണ് ഇവർക്കുള്ളത്. ആരെങ്കിലും ഉപദേശിക്കുന്നത് ഇവർക്ക് പെട്ടെന്ന് അംഗീകരിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. തൊഴിലിന്റെയും സാമ്പത്തികത്തിന്റെയും കാര്യത്തിൽ അശ്വതി നക്ഷത്രക്കാർ എങ്ങനെയെന്ന് നോക്കാം. മേടം രാശിയുടെ അധിപനായ ചൊവ്വയുടെയും നക്ഷത്രാധിപനായ കേതുവിന്റെയും സ്വാധീനം ഇവരുടെ കരിയറിൽ കാണാം. സ്വതന്ത്രമായി ജോലി ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണിവർ. ആരുടെയെങ്കിലും കീഴിൽ അടിച്ചമർത്തപ്പെട്ട് ജോലി ചെയ്യുന്നത് ഇവർക്ക് ഇഷ്ടമല്ല. മെഡിക്കൽ ഫീൽഡ്. ഡോക്ടർമാർ, നഴ്സുമാർ, ഫാർമസിസ്റ്റ്, പോലീസ്, ആർമി, സ്പോർട്സ്, ട്രാവൽ ആൻഡ് ടൂറിസം തുടങ്ങിയ മേഖലകളിൽ ഇവർ വലിയ വിജയം നേടാറുണ്ട്. പുതിയ പ്രോജക്റ്റുകൾ തുടങ്ങാൻ ഇവർ അതിവിദഗ്ധരാണ്. എന്നാൽ അത് പൂർത്തിയാക്കുന്നതുവരെ അതേ ഊർജ്ജം നിലനിർത്താൻ ഇവർ പാടുപെടാറുണ്ട്. സാമ്പത്തികമായി നോക്കുമ്പോൾ സ്വന്തം കഴിവിനാൽ പണം സമ്പാദിക്കാൻ കഴിവുള്ളവരാണ് ഇവർ. എന്നാൽ പണം ചെലവാക്കുന്ന കാര്യത്തിലും ഇവർ ഒട്ടും പിന്നിലല്ല. അതിനാൽ കൃത്യമായ സാമ്പത്തിക ആസൂത്രണം ഇവർക്ക് അത്യാവശ്യമാണ്. കുടുംബജീവിതം, ബന്ധങ്ങൾ, ആരോഗ്യം. കുടുംബജീവിതം പരിശോധിച്ചാൽ കുടുംബത്തോട് വളരെ സ്നേഹവും പ്രതിബദ്ധതയും കാണിക്കുന്നവരാണ് അശ്വതി നക്ഷത്രക്കാർ. ജീവിത പങ്കാളിയെ വളരെ ആത്മാർത്ഥമായി സ്നേഹിക്കുമെങ്കിലും ഇവരുടെ എടുത്തുചാട്ടവും മുൻകോപവും ദാമ്പത്യത്തിൽ ചെറിയ ഉരസലുകൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഇവരുടെ സ്വഭാവം മനസ്സിലാക്കി ക്ഷമയോടെ കൂടെ നിൽക്കുന്ന ഒരു പങ്കാളിയെ ലഭിച്ചാൽ ഇവരുടെ ജീവിതം വളരെ സന്തോഷപ്രദമായിരിക്കും. ആരോഗ്യം. പൊതുവെ നല്ല ശാരീരിക ക്ഷമതയും രോഗപ്രതിരോധ ശേഷിയുമുള്ളവരാണ് അശ്വതി നക്ഷത്രക്കാർ. എങ്കിലും കുതിച്ചു പായുന്ന പ്രകൃതമായതുകൊണ്ട് തന്നെ വാഹനങ്ങൾ ഓടിക്കുമ്പോഴും യാത്രകളിലും അപകടങ്ങൾ വരാതെ ശ്രദ്ധിക്കണം. തലവേദന, മൈഗ്രെയിൻ, നാഡീ സംബന്ധമായ ചെറിയ പ്രശ്നങ്ങൾ, ഉറക്കമില്ലായ്മ എന്നിവ ഇവരെ അലട്ടാൻ സാധ്യതയുള്ള ആരോഗ്യ പ്രശ്നങ്ങളാണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് വരാം. 2026 അശ്വതി നക്ഷത്രക്കാർക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് വരാൻ പോകുന്നത്? ഗ്രഹങ്ങളുടെ ഗോചരഫലം അടിസ്ഥാനമാക്കിയുള്ള ഒരു വസ്തുനിഷ്ഠമായ വിലയിരുത്തലാണിത്. 2026 അശ്വതി നക്ഷത്രക്കാർക്ക് സമ്മിശ്രമായ ഫലങ്ങളാണ് കാത്തിരിക്കുന്നത്. കാരണം മേടം രാശിക്കാർക്ക് ശനി 12ാം ഭാവത്തിലേക്ക് മാറുന്ന സമയമാണ് 2026. അതായത് നിങ്ങളുടെ 7ാം ശനി ആരംഭിക്കുന്ന കാലഘട്ടമാണ് 2026. ഇത് കേട്ട് ഭയപ്പെടേണ്ട ആവശ്യമില്ല. ശനി എന്നത് കർമ്മങ്ങളുടെ ഫലം നൽകുന്ന ഗ്രഹമാണ്. തൊഴിലും സാമ്പത്തികവും. കരിയറിൽ കൂടുതൽ അധ്വാനിക്കേണ്ടി വരും. ചെലവുകൾ നിയന്ത്രിച്ചില്ലെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. എന്നാൽ 2026 മധ്യത്തോടെ വ്യാഴം 5ാം ഭാവത്തിലേക്ക് മാറുന്നത് നിങ്ങൾക്ക് വലിയ ആശ്വാസം നൽകും. പുതിയ തൊഴിലവസരങ്ങൾ, പ്രൊമോഷൻ എന്നിവയ്ക്ക് ഈ വ്യാഴമാറ്റം സഹായിക്കും. നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ ഇരട്ടി ശ്രദ്ധ വേണം. കുടുംബം, ബന്ധങ്ങൾ. 7ാം ശനി ആരംഭിക്കുന്നതിനാൽ സംസാരത്തിൽ നിയന്ത്രണം വേണം. നിങ്ങളുടെ ചെറിയ വാക്കുകൾ പോലും തെറ്റിദ്ധരിക്കപ്പെട്ടേക്കാം. പങ്കാളിയുമായുള്ള ആശയവിനിമയം സുതാര്യമാക്കുക. വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് മികച്ച അവസരങ്ങൾ ലഭിക്കുന്ന വർഷം കൂടിയാണിത്. ആരോഗ്യം. മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ
ധ്യാനമോ യോഗയോ ശീലിക്കുന്നത് 2026 വളരെ അത്യാവശ്യമാണ്. ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളെ അവഗണിക്കരുത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ 2026 എന്നത് അശ്വതി നക്ഷത്രക്കാരെ അച്ചടക്കം പഠിപ്പിക്കുന്ന വർഷമാണ്. ക്ഷമയോടെ നീങ്ങിയാൽ ഈ വർഷം വലിയ വിജയങ്ങൾ വെട്ടിക്കിടിക്കാം. അശ്വതി നക്ഷത്രത്തെക്കുറിച്ചുള്ള ഈ വിശദമായ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് കരുതുന്നു. ജ്യോതിഷം എന്നത് നമ്മളെ ഭയപ്പെടുത്താനുള്ളതല്ല, മറിച്ച് നമ്മുടെ പോരായ്മകൾ മനസ്സിലാക്കി ജീവിതം കൂടുതൽ മെച്ചപ്പെടുത്താനുള്ള ഒരു വഴികാട്ടിയാണ്. നിങ്ങൾ അശ്വതി നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തിയാണെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതവുമായി എത്രത്തോളം യോജിക്കുന്നുണ്ടെന്ന് താഴെ കമന്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ രാശിചക്രത്തിലെ രണ്ടാമത്തെ നക്ഷത്രമായ ഭരണി നക്ഷത്രത്തിന്റെ മുഴുവൻ വിവരങ്ങളും 2026 വർഷഫലവുമായി നമ്മൾ എത്തുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നന്ദി, നമസ്കാരം.